തിരുവോണനാളിൽ തൂശയിലയിൽ വിളമ്പിയ വിഭവസമൃദ്ധമായ സദ്യ ആസ്വദിക്കുന്നവരും അത് ഗൃഹാതുരത്വത്തോടെ ജീവിതത്തിലുടനീളം ഓർമ്മിക്കുകയും ചെയ്യുന്നവരാണ് മലയാളികൾ. ഓണസദ്യ ഉണ്ണുന്നതിനായി കേരളത്തിന് പുറത്തുള്ള മലയാളികൾ പോലും ഉത്രാട ദിനത്തിലെങ്കിലും വീടുകളിലെത്തുകയാണ് പതിവ്. പച്ചക്കറി കൊണ്ടുള്ള വിഭവങ്ങളാണ് ഓണസദ്യയുടെ സവിശേഷത. മധുരം, പുളി, എരിവ്, കയ്പ്, ഉപ്പ്, ചവർപ്പ് എന്നീ രസങ്ങളുടെ സമന്വയമാണ് ഓണസദ്യ. ചോറിനൊപ്പം പച്ചടി, കിച്ചടി, ഉപ്പിലിട്ടത്, കൂട്ടുകറി, കാളൻ, ഓലൻ, അവിയൽ, നാരങ്ങാക്കറി, സാമ്പാർ, രസം, മോര്, പപ്പടം, പഴം, പായസം തുടങ്ങിയവയാണ് ഓണസദ്യയുടെ വിഭവങ്ങൾ. സദ്യ വിഭവങ്ങൾ വീട്ടിലുണ്ടാക്കുന്ന രീതിക്ക് പകരം റെഡിമെയ്ഡ് സദ്യ പാർസലായി വാങ്ങിക്കൊണ്ടുപോയി കഴിക്കുന്ന രീതി നഗരങ്ങളിൽ മാത്രമല്ല ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലും വ്യാപകമായി തുടങ്ങിയിരിക്കുന്നു. കുടുംബാംഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഓണസദ്യ ഉണ്ണുന്നത്. നിലത്ത് ഇലയിട്ട് ചമ്രം പടിഞ്ഞിരുന്നാണ് സദ്യ ഉണ്ണുക. ഇലയിൽ വിഭവങ്ങൾ വിളമ്പാനും പ്രത്യേക സ്ഥാനങ്ങളുണ്ട്. താഴത്തെ പകുതിയിൽ ഇടതുവശത്തെ ഏറ്റവും അരികിലായി ചെറുപഴം, അതിനോട് ചേർന്ന് ശർക്കര വരട്ടി, വറുത്തുപ്പേരി, പപ്പടം, മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് ക്രമത്തിൽ വടുകപ്പുളി, നാരങ്ങാക്കറി, കടുമാങ്ങ, ഇഞ്ചിപ്പുളി, നാരങ്ങ അച്ചാർ, തോരൻ, ഓലൻ, അവിയൽ, കൂട്ടുകറി, പച്ചടി, കിച്ചടി. ഇലയുടെ താഴത്തെ പകുതിയിലാണ് ചോറ് വിളമ്പുക. പരിപ്പും നെയ്യും ഒഴിച്ച് പപ്പടം പൊടിച്ചാണ് ഊണ് തുടങ്ങേണ്ടത്. പിന്നെ സാമ്പാർ, കാളൻ എന്നിവയ്ക്ക് ശേഷം പ്രഥമൻ വിളമ്പാം. അതിനുശേഷം രസം, സംഭാരം എന്നിവയാകാം. പ്രിയപ്പെട്ടവരോടൊപ്പം ഓണസദ്യ ഉണ്ണുകയെന്നത് കാലം എത്ര കഴിഞ്ഞാലും ഏതൊരു മലയാളിയുടെയും മനോഹരമായ ഓണാനുഭവമാണ്.